കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ ഈ രണ്ടാം ദിനത്തിൽ ഈശോയുടെ ഒരു പ്രലോഭനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോയെ അവനൊരു വലിയ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് അത് താഴോട്ട് ചാടാൻ പറയുകയാണ്. കർത്താവിന് അത് ചെയ്യാൻ സാധിക്കും എന്നറിയാം. പക്ഷേ സാധിക്കുന്ന കാര്യത്തിൽ അത് ചെയ്യാതിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. അത് നമ്മുടെ ശക്തിയെ ചോദ്യം ചെയ്യുന്ന, അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രലോഭനമാണ്. പലപ്പോഴും നമുക്ക് കഴിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവർ വെല്ലുവിളിക്കുകയോ നമ്മളെ എതിർത്ത് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ശാന്തമായി പെരുമാറാനുള്ളൊരു കൃപ. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അധികാരത്തെ സാത്താൻ നശിപ്പിക്കും. അധികാരം സ്വന്തം കാര്യത്തിന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിച്ച് നാം ദൈവത്തിൽ നിന്നകലും, ആരാധനയിൽ നിന്നും അകലും, ദൈവത്തിൽ നിന്നും അകലും. ചില മനുഷ്യർ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ചിലപ്പോൾ അധികാരം കയ്യിൽ നിന്ന് പോയി, കൈക്കാരനാണ് ഉള്ള സമയത്ത് എല്ലാ ജോലികളും പള്ളിയുമായി ബന്ധപ്പെട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലേക്ക് അടുക്കില്ല. ചില മനുഷ്യർ അങ്ങനെയുണ്ട്, എല്ലായിടത്തും അല്ല, ചിലപ്പോൾ അങ്ങനെ കാണും. കാരണം എന്താ? അധികാരമാണ് ആ മനുഷ്യനെ അടുപ്പിക്കുന്നത്. അധികാരം ഉണ്ടായാലും ഇല്ലെങ്കിലും ദൈവത്തിൽ നിന്ന് അകലാതിരിക്കുക എന്നുള്ളതാണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നൊരു കുട്ടിയാകാം, ആ കുട്ടിയുടെ കൈകളിലുള്ള പേനയും പെൻസിലും ചിലപ്പോൾ അടുത്തുള്ള ഒരാൾക്ക് എഴുതാൻ ചോദിക്കുമ്പോൾ കൊടുക്കുക. അത് സഹായിക്കാൻ ചെയ്യുന്ന മനസ്സ് വലുതാണ്. ആ അധികാരി, അതായത് ആ പെൻസിലിൻ്റെ അധികാരി ആ കൊച്ചാണ്, ആ കുട്ടിയാണ്. പക്ഷെ അടുത്തൊരാൾക്കത് ആവശ്യം വരുമ്പോൾ കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. പലവരും അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. അതിനൊരു ജോലി വേണം നിർബന്ധമില്ല, നമ്മുടെ ഉത്തരവാദിത്വം നിറഞ്ഞ ജീവിതമാകാം. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ നമ്മുടെ അധികാരങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് വിനിയോഗിക്കണം. അധികാരം നമ്മൾ ദൈവത്തെ പകർന്നു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ രണ്ടാം ദിവസം നമ്മുടെ അധികാരങ്ങൾ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കാൻ, താഴ്മയോടെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച, അജയ്യമാമൊരു പരിച, നിർമ്മല ഹൃദയ ഭാഗ്യവാന്മാ, ദൈവത്തെ അവർ കാണും. നിർമ്മല ഹൃദയ ഭാഗ്യവാന്മാ, ദൈവത്തെ അവർ കാണും. നിർമ്മല ഹൃദയ ഭാഗ്യവാന്മാ, ദൈവത്തെ അവർ കാണും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.